2 ദിവസമായി തോരാതെ പെയ്യുന്ന നശിച്ച മഴ. എനിക്കെന്തോ പന്തികേട് തോന്നുന്നുണ്ട്. ഞാൻ എന്നെ പരിചയപ്പെടുത്തിയില്ല അല്ലേ? എൻ്റെ പേര് ബഷീർ എന്നാ. ഈ മുണ്ടക്കയിലും ചൂരൽമലയിലും എല്ലാവരും എന്നെ ബഷിക്ക ബഷിക്ക എന്നാ വിളിക്കുക. കുഞ്ഞോളെ, എനിക്ക് 5 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ ഉപ്പയും ഉമ്മയും ഉമ്മുമ്മയും ഉപ്പുപ്പയും എൻ്റെ സഹോദരങ്ങളൊക്കെ ഈ വയനാട് ചുരം കയറി ഈ മുണ്ടക്കയിലെത്തുന്നത്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഒരുപാട് ദുരിതങ്ങളിലൂടെയാണ് ഞാൻ ജീവിച്ചത്. 10-25 വയസ്സ് വരെ ഞാൻ ഒന്നുമല്ലായിരുന്നു. ഈ ചെറിയ കൃഷിയൊക്കെ ചെയ്ത് നടക്കുന്ന ഒരു പാവം കർഷകൻ. 25-ാമത്തെ വയസ്സിലാണ് ഐഷ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. എൻ്റെ ഐഷ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം പിന്നെ അങ്ങോട്ട് വെച്ചടി കയറ്റായിരുന്നു. പിന്നെ ഞാൻ ഈ വയനാട്ടിൽ അറിയപ്പെടുന്ന വലിയൊരു കർഷകനായി. 24 മണിക്കൂറും ഐഷു ഈ പാടത്തും പറമ്പത്തും ഈ മണ്ണിൽ ഇങ്ങനെ പണിയെടുത്തുകൊണ്ടേയിരിക്കും. നല്ലോളായിരുന്നു. എല്ലാ കാര്യത്തിലും മുൻപന്തിയിലാണ്. നാട്ടിലെവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഓടിച്ചെല്ലും. പിന്നെ ആ പ്രശ്നം തീരുന്നത് വരെ ഐഷു അവിടെ ഉണ്ടാവും. നല്ല മനുഷ്യരെ പ്രകൃതി അധികം നാളും നിർത്തില്ലല്ലോ. എൻ്റെ ഷുക്കൂറിനെ അന്ന് 5 വയസ്സാണ്. ഐഷുവിനെ ഈ പ്രകൃതി കൊണ്ടുപോയി. പിന്നെ എൻ്റെ ജീവിതത്തിലെല്ലാം എൻ്റെ ഷുക്കൂറാണ്. കണ്ണിലെ കൃഷ്ണമണി പോലെ എൻ്റെ ഷുക്കൂറിനെ ഞാൻ വളർത്തിയത്. അവൻ ഒരുപാട് പഠിപ്പിച്ചു. ഞാൻ പഠിപ്പിച്ച് വലിയൊരു എൻജിനീയറായി. ഇപ്പം വയനാട്ടിൽ അറിയപ്പെടുന്ന വലിയൊരു എൻജിനീയറാണ്. ഗൾഫിൽ നിന്നും യൂറോപ്പിൽ നിന്നൊക്കെ വലിയ ശമ്പളത്തിൽ ജോലി കിട്ടിയതാ. ഉപ്പാനെയും മണ്ണിനെയും വിട്ടിട്ട് അവൻ എങ്ങോട്ടും പോണില്ല എന്നാണ് പറയണത്. 2 വർഷം മുമ്പേ എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റി. അപ്പം ഈ കൈയും കാലും തളർന്നു. അതിനുശേഷം എൻ്റെ ഉപ്പയും ഉമ്മയും കൂട്ടുകാരനും ഒക്കെ എൻ്റെ ഷുക്കൂറാണ്. ഈ പാതിരാക്കി ഈ ചെക്കൻ എവിടെ പോയി കിടക്കുക? 24 മണിക്കൂറും വീടിൻ്റെ പുറത്താണ്. ഈ നാടകവും രാഷ്ട്രീയവും സന്നദ്ധ സേവനവും അങ്ങനെ ഇങ്ങോട്ട് ആ ജനങ്ങൾക്ക് വേണ്ടി ഓടി നടക്കും. ഒന്ന് വിളിച്ചു നോക്കാം അല്ലേ? എവിടെയാണെന്ന് ചോദിക്കാം. അല്ല ഉണ്ണിയെ, ശുക്കൂരേ, വാപ്പയാടാ വാപ്പ. എന്താ എവിടെ? ഹോസ്പിറ്റലാ? ആര്? നമ്മുടെ സദാശിവ മാസ്റ്റർ മോൾക്ക് നല്ല പനിയാ. അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കാ? കുഴപ്പമില്ല. നീ അവർക്ക് മരുന്നൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് വന്നാൽ മതി കേട്ടാ. മോനെ, അത് കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക് വായോ. ഈ രാത്രിയിൽ അവിടെ ഇവിടെ നിന്ന് കറങ്ങി നടക്കണ്ട കേട്ടാ. നിനക്കറിയാലോടാ, ഇങ്ങനെ ഈ പെരുത്ത് മഴ പെയ്യുമ്പോൾ വാപ്പച്ചിക്ക് വലിയ പേടിയാണെന്ന്. വാപ്പച്ചി ഇവിടെ ഒറ്റയ്ക്കല്ലടാ പൊന്നോ. വേമാടാ. ശരി. ആവാ, ഈ പെരുത്ത് മഴ എനിക്ക് വലിയ പേടിയാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ എന്താ ചെയ്യാന്നറിയോ? കാടിൻ്റെ മക്കളുടെ പാട്ട് വയ്ക്കും. ഒരു പാട്ട് വയ്ക്കാം. ನೀ ಬಾರದಾರಿಲು ತಂಪು ಕಾಣಿದ, ನೀ ಬಾರದಾರಿಲು ತಂಪು ಕಾಣಿದ. ಅಲ್ಲ ಕಲೀಲೆ ಲೀಲೆ ಮಗಲೀಲೆ, ಲೀಲಂಬ ಜಾತಿ ಆಗದಿಲ್ಲೆ ಲೀಲೆ. ಅಲಕಾನಿ ಐದ ಓಡಿ ಬಾನಿ ಐದ, ಅಲಕಾನಿ ಐದ ಓಡಿ ಬಾನಿ ಐದ. ಈ ಬಾರದಾರಿಲ ತಂಪು ಕಾಣಿ ಎಣ್ಣೆ, ನೀ ಬಾರದಾರಿಲ ತಂಪು
പൂക്കാണി എണ്ണേ അല്ലാക്കലീലേ ലീലെ മകളിലേ ലീലംബസാത്തി ആകതില്ലേ ലീലേ കുട്ടൂലു കൊളുത്തു തിരികെ നോടലീലേ അന്റെ പൊന്നെ 5-6 മാസമായില്ലടാ നിന്നെ കണ്ടിട്ട് ഇതേടെ പോയി കിടക്കായിരുന്നു. ഞാനേ അങ്ങാടിയില് കുറെ സാധനങ്ങൾ വാങ്ങാറങ്ങിയതാ. കാടിറങ്ങിയതാ? 2-3 മാസം കൂടുമ്പോഴാ ഞങ്ങള് കാടിറങ്ങണത്. പിന്നെ കുറെ സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങള് കാട് കയറും. അപ്പൊ മഴ കൂടിയപ്പോഴേ അങ്ങാടെ കോളനിയില് കുറെ ചാറുമാരി വന്ന് ഞങ്ങൾ അവിടുന്ന് വേറെ സ്ഥലത്തേക്ക് മാറ്റി. ഇതിന്റെ പണിയിലായിരുന്നു. നേരമായി പിന്നെ പങ്ങാടിയില് ഏതെങ്കിലും പീടിയാലും നാളെ കാലയില മല കയറും. നാളെ കാലയിൽ മല കയറും. ഞങ്ങളുടെ കാടൊക്കെ നശിപ്പിക്കണത് ഇവിടെ പണ്ട് വന്ന മുതലാളിമാര് കമ്പനിക്കാരാണെന്ന മൂപ്പം പറഞ്ഞ ഓരേ ഈ കാടൊക്കെ നെട്ടിട്ട് അവര് വലിയ വലിയ തോട്ടങ്ങളുണ്ടാക്കി. പിന്നെ പാറൊക്കെ പൊട്ടിച്ചിട്ട് വലിയ വലിയ കുഴികളുണ്ടാക്കി. നാട്ടിനങ്ങനട്ട വയലെല്ലാം ഒരു മണ്ണിട്ട് മൂടി. മിറ്റ മണ്ണിട്ട് മൂടി. അങ്ങനെ പയ്യെ പയ്യെ ഞങ്ങളുടെ കാടൊക്കെ നശിച്ച് പോയി വെച്ചിട്ടാ. നീ പറഞ്ഞത് ശരിയാ എന്റെ കെമ്പിയ. എന്റെ ഉപ്പൂപ്പ പണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്, പണ്ട് ഇവിടെ വന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാരാണ് ആദ്യം ഈ മരങ്ങളൊക്കെ വെട്ടി മാറ്റിയിട്ട് ഇവിടെ ഈ തോട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയത്. എന്തായാലും ഈ മഴ പ്രശ്നം തന്നെയല്ലേ? മഴ ரொம்ப പ്രശ്നമാണ് ഞങ്ങളുടെ മൂപ്പം പറഞ്ഞേക്കുന്നത്. മൂപ്പം പറഞ്ഞ മൃഗങ്ങളെ ജന്തുക്കളൊക്കെ അടയാളം കാണിച്ചു. പക്ഷി മൃഗാദികളൊക്കെ അടയാളം കാണിച്ച ജന്തുക്കളെ അടയാളം കാണിച്ചു. പുഴു പുഴു അയ്യോ അതെ നിങ്ങൾ ഇവിടുന്ന് വേഗം ഇവിടുന്ന് മാറിപ്പോയി. ഇവിടുന്ന് മാറുന്ന ഞാനത് വിചാരിച്ചു. കുറച്ചു നേരത്തെ മൊബൈലിൽ മെസ്സേജ് വന്നു. അത് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷകർ അയച്ചതാ. ഇവിടെ റെഡ് അലർട്ട് അത്രേ. ഓറഞ്ച് അലർട്ട് ആണെങ്കിൽ ഞങ്ങൾ ഇവിടെ മാറിയേനെ. റെഡ് അലർട്ടാണ്ട് മാറണ്ട. എന്നാലും നാളെ രാവിലെ ഞാൻ എൻ്റെ മാനന്തവാടിയിലുള്ള ഇക്കാന്റെ വീട്ടിലേക്ക് മാറും. പിന്നെ ഈ കൃഷി കാര്യങ്ങളൊക്കെയാണ് എനിക്ക് പേടി. ചുക്കൂറിനെയും കൊണ്ട് പോകണം. അവൻ ഈ നാട് വിട്ടൊന്നും വരില്ലാന്നേ. അവൻ പറയും ഉമ്മ കിടന്നുറങ്ങണ മണ്ണാണ്, ഈ മണ്ണ് വിട്ട് ഞാൻ എങ്ങോട്ടില്ല. എന്തായാലും ഇന്ന് അവനെ ഞാൻ കൊണ്ടുപോകും. കെമ്പിയെ ചുക്കൂർ വന്നിട്ട് പോവാം. എപ്പോഴും പാടുന്നൊരു പാട്ടുകളാ. ഞാനിങ്ങനെ വെക്കേണ്ട പാട്ട് എങ്ങനെ പാട്ടാ? എനിക്കൊന്ന് പാടിയേ. പാട്ട് പാടാം. തില്ലേലേലേലേലോ തില്ലേലോ തില്ലേലേലേലേലോ തില്ലേലോ തില്ലേലേലേലേലോ തില്ലേലോ തില്ലേലേലേലേലോ തില്ലേലോ എല്ലാം മേലെ കരഞ്ചാമ മല്ലികെ അയ്യാ ബിച്ചി കുര്യാ ഉരുള മല്ലികെ എല്ലാം മേലെ കരഞ്ചാമ മല്ലികെ അയ്യാ ബിച്ചി കുര്യാ ഉരുള മല്ലികെ തില്ലേലേലേലേലോ തില്ലേലോ തില്ലേലേലേലോ അങ്ങനെ പറഞ്ഞേ കെമ്പിക്കറിയാത്ത വഴി ഉണ്ടാ ഈ കാട്ടിലില്ല. ഈ കെമ്പി നടക്കാത്ത വഴി ഇപ്പൊ കുറെ പുതിയ വഴികൾ വന്നേക്കണം. അത് ഈ കെമ്പിക്കറിയില്ല പോലെ. ഉപ്പാക്ക് മഴ പേടിയാൽ അതിന് മുമ്പ് കൂട്ടുന്നതാ. അതിനെ പോട്ടെ നോക്കണേ. എങ്ങടാ മൂപ്പം പറഞ്ഞേക്കണേ. ഈ മഴ ரொம்ப பிரச்சனானா കാലം തെറ്റി പെയ്യണ മഴ
ഈ നാടിന്റെ കോലം മാറ്റൂന്ന എങ്ങട മൂപ്പം പറഞ്ഞേക്കണേ. ആ കാലം തെറ്റി പെയ്യണ മഴ ഈ നാടിന്റെ കോലം മാറ്റൂന്ന എങ്ങട മൂപ്പം പറഞ്ഞേക്കണേ. നീ എന്നെ എത്ര തിരിഞ്ഞു വെക്കണേ? ഈ പാതിരാക്കി എവിടേക്ക് പോകണം? ഈ രാത്രി നീ എങ്ങോട്ടും പോണില്ല. നീ അങ്ങോട്ട് വിളിച്ച് പറഞ്ഞാൽ നാളെ രാവിലെ വന്ന് ചെയ്യേക്കാന്നോ? ഭക്ഷണം കഴിച്ച് ഹലോ ഹലോ അതെ രാത്രി ഉപ്പാക്ക് ഞാൻ കാലത്ത് പുലർച്ചെ നേരത്തെ തന്നെ വർക്കേഴ്സിനെ വിടാം, എല്ലാം സെറ്റ് ചെയ്യേ വേണ്ടു. ആ ശരി ശരി, നാളെ ഉദ്ഘാടനമാണ്. അറിയാം തീർച്ചയായിട്ടും ചെയ്യാം കേട്ടോ. ഓക്കെ ശരി. നമുക്ക് ഇച്ചിരി തോറുണ്ട മരുന്നൊക്കെ കഴിച്ചു പോനെ. ആരാരീരാരോ ആരാരീരാരോ ആരീരാരോ ആരീരാരോ ആരാരീരാരോ ആരാരീരാരോ ആരീരാരോ ആരാരീരോ ദൂരെ ദൂരെ ദൂരാട് നീ ദൂരെ തൂകി ദൂരാട് നീ ആരാരീരാരോ ആരാരീരാരോ ആരീരാരോ ആരീരാരോ കൈ കെട്ടി കണ്ണ് മുಚ್ಚಿ ನಿದ್ದೆ ಮಾಡೋ ನನ್ನ ಮನೆ. നീ പാത്രമൊക്കെ എടുത്ത് ആരാരീരാരോ ആരാരീരോ ആരീരാരോ ആരീരാരോ. എടാ, നീ ഉണ്ണിയായിരിക്കുമ്പോഴേ ഉമ്മച്ചി എപ്പോഴും നിന്നെ മടിയിൽ കിടത്തി പാടി ഉറക്കാറില്ലേ? ആ പാട്ടൊന്ന് പാടോ. ഇന്ന് വാപ്പച്ചിക്ക് ഒരാഗ്രഹം, ആ പാട്ട് കേട്ട് നിന്റെ മടിയിൽ ഇങ്ങനെ കിടന്നുറങ്ങണമെന്ന്. അങ്ങനെ ഞാൻ കിടന്നുറങ്ങട്ടെ? ആ ഉമ്മച്ചി എപ്പോഴും പാടുന്ന പാട്ടൊന്ന് പാടി ഉണ്ണിയേ. അപ്പ നമ്മാടേ കുമ്പളത്തൈ അമ്മേ നമ്മാടേ ജീരകത്തൈ കുണ്ടാളം കുത്തിയതും കായ പറിച്ചതും കറിക്കരിഞ്ഞതും നെയ്യിൽ പൊരിച്ചതും നീയറിഞ്ഞോ കറുത്ത പെണ്ണെ കുഞ്ഞോളെ നീയറിഞ്ഞോ കറുത്ത പെണ്ണെ അപ്പനാണേ പറ്റിയിലാണേ ഞാനാ പുഴു. ഹലോ ആ പറയൂ. എന്ത് പറ്റി? മഴ ഉരുൾപൊട്ടു. ഒരു മിനിറ്റ് എന്നിട്ട്
ഇക്ക ഇക്ക ഐശോ ഞമ്മളിവിടെ ഉണ്ട് ഇക്ക. നമ്മുടെ ശുക്കൂറേ ഇക്കാനെ പോലെ തന്നെയാണ്. ഓൻ്റെ ഓട്ടവും ചാട്ടവും നാടകവും ഒക്കെ കാണുമ്പോൾ നമുക്ക് പെരുത്ത സന്തോഷാകണിക്ക. ഇക്ക ഓനെ നിങ്ങൾ എങ്ങോട്ടും വിടണ്ടിക്ക. ഈ പെരുമയത്ത് ഓൻ്റെ ഓട്ടപ്പാച്ചിൽ കാണുമ്പോ നമുക്ക് പേടിയാവിടിക്ക. ഇക്ക ഓനെ നിങ്ങൾ എങ്ങോട്ടും വിടാണ്ട് നിങ്ങളുടെ അടുത്ത് തന്നെ ഇരുത്തിക്ക. ഇക്ക നമുക്ക് പേടിയാവിടിക്ക. നമുക്ക് പേടിയാവിടിക്ക. ഞാൻ എങ്ങോട്ടും വിടില്ല. എന്റെ അടുത്ത് തന്നെ ഇരുത്തും. അവിടെ ഒരു ബോഡി, അത് ശുക്കൂറിന്റെ ആണോ? ബഷീർ എന്ന് വന്ന് നോക്കണം. തലയാകെ ചെതറിയതുകൊണ്ട് വാ പോയി നോക്കാം.
വേണ്ട. 5 വയസ്സ് മുതൽ കണ്ണിലെ കൃഷ്ണമണി പോലെ മാഷേ അവന് ഞാൻ കൊണ്ട് നടന്നത്. എന്നിട്ട് ഇന്നലെ പെരുമഴാത്ത് ഉമ്മ വന്ന് വിളിച്ചപ്പോ അവൻ പോയല്ലേ മാഷേ. പോയിക്കോട്ടെ, അവന് ഉപ്പോടല്ല ഇഷ്ടം, ഉമ്മോടാ. പോയിക്കോട്ടെ, ഇനി അവനെ കാണണ്ട. ഉപ്പാനെ വേണ്ടാത്ത മോനെ എനിക്കും വേണ്ട. നിങ്ങളെല്ലാരും ഇരുന്ന് പോയിക്കോ മാഷേ, പോയിക്കോ. പറഞ്ഞേ ബഷീറിനെ തളരരുത്. ഇവിടെ ഈ ക്യാമ്പിൽ മക്കളെ നഷ്ടപ്പെട്ട എത്ര ഉമ്മമാരുണ്ട്. ഉമ്മമാര് നഷ്ടപ്പെട്ട എത്ര മക്കളുണ്ട്. അച്ഛന്മാരും അമ്മമാരും നഷ്ടപ്പെട്ട മക്കൾ, മക്കൾ നഷ്ടപ്പെട്ട കുറേ അച്ഛന്മാരും അമ്മമാരും. നിങ്ങളിങ്ങനെ തളരരുത്. ആ ബോഡി ബഷീർ, നമുക്കൊന്ന് പോയി നോക്കാം. ദൂരെ ദൂരെ ദൂരാട് നീ, ദൂരെ തൂകി ദൂരാട് നീ. ആരാരീരാരോ ആരാരീരാരോ ആരീരാരോ ആരീരാരോ. കൈ കട്ടി കണ്ണ് മുച്ചേ മാടോ അപ്പാനമ്മാടേ കുമ്പളത്തൈ അമ്മേ നമ്മാടേ ജീരകത്തൈ കുമ്പാളം കുത്യതും നിങ്ങളിങ്ങനെ തളരരുത്. അവന്റെ ഒരു കൂട്ടുകാരനില്ലേ ഷുക്കൂറിന്റെ, ഈ ദുരന്ത വാർത്തയൊക്കെ അറിഞ്ഞ് ഇന്ന് രാവിലെ അവൻ ഒമാനിൽ നിന്ന് ഇവിടെ തിരിച്ചെത്തിയത്. അവന്റെ വീട്ടിൽ ഒറ്റ രാത്രി കൊണ്ട് 11 പേരാ അവന് നഷ്ടമായത്. അവന്റെ ഭാര്യ, 3 മക്കള്, ഉപ്പ ഉമ്മ, അവന്റെ സഹോദരന്റെ ഭാര്യ, 3 മക്കൾ. അങ്ങനെ 11 പേരാ ഒറ്റ രാത്രി കൊണ്ട് ഉരുളെടുത്ത് പോയത്. ഞാൻ വരുമ്പോ അവന്റെ കരച്ചിൽ കേട്ടു. അവൻ അവിടെ ഇരുന്ന് കൊച്ചു കുഞ്ഞിനെ പോലെ ഇരുന്ന് പൊട്ടി പൊട്ടി കരയാണ്. അവനിവിടെ രക്തബന്ധം പറയാൻ ആരുമില്ല. ഇനി ബഷീർ മാത്രമേ ഉള്ളൂ ഇവിടെയുള്ള ഈ ക്യാമ്പിലെ എല്ലാവരുടെയും ഉപ്പ ഉമ്മ ബഷീറാണ്. ബഷീർ നൂറുകണക്കിന് പേരാ ഇങ്ങനെ ദുരന്തത്തിൽ പെട്ട് സ്വയം ജീവൻ വെടിഞ്ഞിരിക്കും. ആയിരക്കണക്കിന് പേര് അവരെ രക്ഷിക്കാൻ ഓടി നടക്കും. നമ്മുടെ ഷുക്കൂറും അതിലൊരാൾ മാത്രം. അവന്റെ ജീവൻ കൊടുക്കുമ്പോൾ ചൂരൽമല പൊട്ടി തകർന്ന് അങ്ങനെ വെള്ളമെടുത്ത് പോയപ്പോ അങ്ങോട്ട് പോകണ്ട പോകണ്ട അവനോട് എല്ലാവരും പറഞ്ഞത്. അവൻ കേട്ടില്ല. അപ്പോഴവൻ പറഞ്ഞത് എന്താണെന്നറിയൂ? അങ്ങോട്ട് ഓടിപ്പോകുമ്പോ അവൻ പറഞ്ഞത് എന്താണെന്നറിയൂ?
ഒരു ജീവൻ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞ ഞാൻ തിരിച്ചു ചെല്ലും. വീട്ടിലെത്തിയാൽ എന്റെ ഉപ്പ എന്നെ കെട്ടിപ്പിടിച്ച് ഒരുപാട് ഉമ്മകൾ തരും. ഇങ്ങനെ പറഞ്ഞ അവൻ അങ്ങോട്ട് കൂടി പോയി. അവൻ ജീവൻ നഷ്ടപ്പെട്ടാലും അവന് ഈ വയനാടുണ്ട്, ഈ കേരളമുണ്ട്, ഈ ഗവൺമെന്റ് ഉണ്ട്. അങ്ങനെ പറഞ്ഞ അവൻ ഓടിപ്പോയി. അവനെങ്ങനെ പോകുമ്പോ അവന് വെള്ളച്ചിറകുകൾ ഉണ്ടായിരുന്നു കണ്ടു നിന്നവർ പറഞ്ഞു. ഒരു രക്ഷകനെ പോലെ വെള്ളച്ചിറക്. ബഷീറെ, നിങ്ങളൊന്ന് മനസ്സിലാക്കി, ഇവിടെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ജാതിയും മതവും ഒന്നും ആരും നോക്കാറില്ല. ഇവിടെ മനുഷ്യത്വം മാത്രമേ നോക്കാറുള്ളൂ. പിന്നെ ജീവനില്ലാത്തൊരു ശവം നമ്മളതിന്റെ ബന്ധുക്കൾക്ക് കൈമാറും. നമ്മളെക്കാൾ സങ്കടമാണവർ. അതിന് ജീവനില്ലല്ലോ എന്നാണ് നമ്മളുമൊപ്പം പൊട്ടിക്കരയുന്നത്. അതുകൊണ്ട് തന്നെ ബഷീർ തളരൻ. ഇവിടെ നമ്മളാരും നഷ്ടപ്പെട്ട ജീവന് പകരമാകുന്നില്ല ബഷീർ. നമ്മളാരും പകരമാകുന്നില്ല. പക്ഷേ നമുക്ക് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരു ഉപ്പയും ഉമ്മയുമാകാൻ കഴിയും. ബഷീറിനത് കഴിയും. പിന്നെ ഇവിടെ ഈ രക്ഷാപ്രവർത്തനത്തിലൊക്കെ ഏർപ്പെടുമ്പോ ഈ സഹായഹസ്തം നീട്ടുന്നവരെയൊക്കെ കളിയാക്കുന്നൊരു വർഗമുണ്ട്. ആരും പണം കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞ് പുച്ഛിക്കുന്നവർ. അവരെ വെറുതെ വിടുക ബഷീർ. അവരെ കാലം അവരെ പഠിപ്പിക്കട്ടെ. കാലം പഠിപ്പിക്കട്ടെ. നമുക്ക് ഈ ദുരന്തവും അതിജീവിക്കണം. നമ്മളിത് അതിജീവിക്കും ബഷീറെ. തളരരുത്. നമ്മളിതും അതിജീവിക്കും. നമ്മളിത് അതിജീവിക്കും. നമ്മളിത് അതിജീവിക്കും. എനിക്ക് ജീവിക്കണം. ഉപ്പയില്ലാത്ത മക്കൾക്ക് വേണ്ടി, ഉമ്മയില്ലാത്ത മക്കൾക്ക് വേണ്ടി എനിക്ക് ജീവിക്കണം. ഈ മണ്ണിൽ പണിയെടുത്ത് ഞാൻ പൊന്നു വിളയിക്കും. എന്റെ ബഷീറിനെ വളർത്തിയ പോലെ ഞാൻ അവരെ ഒരുപാട് പഠിപ്പിക്കും. ഈ ചൂരൽമലയും ഈ മുണ്ടക്കയും പൂർവാധിക ശക്തിയോടെ തിരിച്ചു കൊണ്ടുവരണം. അതിന് നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്യുക. നിങ്ങളുടെ കയ്യിലുള്ള 5, 10, 50 എത്രയാണെന്ന് വെച്ചാൽ അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നിങ്ങൾ സഹായം നൽകുക. നമുക്ക് ജീവിക്കണം. നമുക്ക് ജീവിക്കണം. ഈ ദുരന്തത്തിനിരയായവരെ മാറോട് ചേർത്ത് പിടിക്കുന്ന ജാതി മത കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നമ്മുടെ ഈ ഐക്യപ്പെടലും ഈ സാഹോദര്യവും ഈ പുനരധിവാസവും ലോകത്തിന് തന്നെ ഒരു മാതൃകയാകണം. അതുകൊണ്ട് മക്കളെ, നമുക്ക് കൈകോർക്കാം. നമ്മുടെ വയനാടിന് വേണ്ടി നമുക്ക് കൈകോർക്കാം മക്കളെ. വാ, നമുക്ക് കൈകോർക്കാം. രാസയ്യാരോ രാജാ, രാസയ്യാരോ രാജാ, രാസയ്യാരോ രാജവിമുലിത, രാസയ്യാരോ രാജാ, രാസയ്യാരോ രാജാ, രാസയ്യാരോ രാജവിമുലിത. ഇമ്പമുള്ളു നരകമുള്ളു സൈസംബക നരകമു, ഇമ്പമുള്ളു നരകമുള്ളു സൈസംബക നരകമു. కుట్టులు కొలుతులేది బాని లేలా, లేదు కానీ లేలా, లేది బాని లేలా. కుట్టులు కొలుతులేది బాని లేలా, లేదు కానీ లేలా, లేది బాని లేలా. రాసయ్యారో రాజా, రాసయ్యారో